എടാ വേണ്ട, ഞാൻ അമർത്താന്നേ. ഇത് കണ്ടോ? ഇതെന്താ വേറെ പടമൊക്കെ വരുന്നേ? ആ, ഇപ്പൊ നോക്കിക്കോ. അമിത്, ഒരു മിനിറ്റ്. ഞാൻ കളിക്കാൻ പോവാ. രാജി, ഈ വീട്ടിൽ വെച്ച് നമുക്ക് കല്യാണം വേണ്ട. എടാ ദാസ്, എന്തു പറ്റി? മാറടാ. എടാ എന്താന്ന്? വാപ്പാ, ദാസ്, വാപ്പാ. എന്തു പറ്റി ദാസ്? ദാസ്, എന്താ എന്തു പറ്റി? ഈ വീട്ടിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടത്തണ്ട. എന്താണ് ഇത്? നിക്കാഹ് ഉപേക്ഷിക്കാനും മാത്രം ഈ വീട് എന്ത് തെറ്റാ ചെയ്തത്? എന്താ നസീർ, എന്താ? എന്താ ദാസ്? ഞങ്ങളുടെ കല്യാണം നടക്കുന്ന അതേ സമയത്ത് 54 നവദമ്പതികളെ കൊല്ലാനുള്ള പ്ലാൻ ചെയ്തിരിക്കുക. ദാസ്. ഒന്നും പറയണ്ട വാപ്പാ. നാട്ടിൽ ഈ ജാതിവരി കാരണം 2 പേരെ ജീവനോടെ ചുട്ടുകൊന്നു. പക്ഷെ ഇവിടെ മതവരി കാരണം നിങ്ങൾ എത്ര പേരെ കൊല്ലാൻ പോകുന്നേ? ഇതുപോലെ ഒരു വീട്ടിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം വേണ്ട, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. ദാസ്, ദാസ്, ഇത് ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന വീടാണ് ദാസ്. ദൈവം അനാവശ്യങ്ങളൊന്നും പറയരുത്. ഇല്ല വാപ്പാ, ഈ വീട്ടിൽ ദൈവമില്ല. ഇവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഇന്ന് മധുരയിൽ 54 ജോഡികളുടെ കല്യാണം നടക്കുക. ആ കല്യാണം നടത്താൻ വരുന്ന മിനിസ്റ്ററെ കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ അൻവർ ആ ഗ്രൗണ്ടിൽ ബോംബ് വെച്ചിരിക്കുക. യാ അല്ലാഹ്. ആ ബോംബ് പൊട്ടിയ മിനിസ്റ്റർ മാത്രമല്ല, ചുറ്റും നിൽക്കുന്ന 100 കണക്കിന് ആളുകൾ മരിച്ചു. അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഞങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിലും സാരമില്ല, അവിടെയുള്ളവരുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കണം. എന്താ ദാസ്, നിക്കാഹ് കഴിയുന്നതിന് മുൻപ് പെണ്ണിനും കൊണ്ട് നീ ഇറങ്ങിയോ? ജീവൻ നിനക്ക് അത്രയും നിസ്സാരാണോ? അൻവർ, ദാസ് പറഞ്ഞല്ലേ സത്യമാണോ? ദാസ്, ആ ലാപ്ടോപ്പ് എന്താ? ഈ വീട്ടിൽ ആശ്രയം തേടി വന്നവനാ നീ. നിന്റെ കല്യാണത്തെ പറ്റി മാത്രം ആലോചിക്കേ. ഇങ്ങത്താ ദാസ്, വേണ്ട. ഇത് ജിഹാദാണ്. ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും അറിയില്ല. അൻവർ, ജിഹാദിനെ പറ്റി സംസാരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. എപ്പ നീ അള്ളാഹുവിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നോ, അതോടെ നിനക്ക് യഥാർത്ഥ മുസ്ലിമാകാനുള്ള യോഗ്യത നഷ്ടമായി. നിന്റെ ഈ പ്ലാൻ ഉപേക്ഷിക്കാൻ അൻവർ, ദയവായിട്ട് വിട്ടേക്ക്. പോലീസിൽ സറണ്ടർ ആവും. എന്തിനാണ് വാപ്പ പോലീസിന് സറണ്ടർ ആവാൻ പറയുന്നത്? സറണ്ടർ ആയി കഴിഞ്ഞാ എത്ര വാപ്പമാരെയും ഉമ്മമാരെയും പെങ്ങന്മാരെയും കുട്ടികളെയും കൊന്നു കുഴിച്ചു മൂടി അവരൊക്കെ തിരിച്ചു വരുമെന്നാണോ? 3 വർഷം മുൻപ് നമ്മുടെ തുണിക്കടയിലേക്ക് വന്ന വാപ്പയുടെ പെങ്ങളെയും മകളെയും ജീവനോടെ ചുട്ടെരിച്ച് കൊന്നില്ലേ അവര് തിരിച്ചു വരുമോ? നമ്മുടെ കടയുടെ വാതിൽക്കൽ വെച്ച് വാപ്പാനെ ചുമരോട് ചേർത്ത് നിർത്തിയിട്ട് എന്റെ കൺമുമ്പിൽ വെച്ചല്ല വാപ്പയുടെ കാലവര് വെട്ടിയെടുത്ത്. ആ കാലിനി തിരിച്ചു വരുമെന്നാണോ? പറയൂ വാപ്പ, ഞാൻ ഇനി പോലീസിൽ സറണ്ടർ ആവണോ? പറയേ. യാ അല്ലാഹ്, ചില മനുഷ്യർ നമ്മളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നീ ചെയ്യുന്ന ഈ ഭയങ്കര പ്രവൃത്തി കാരണം അൻവർ, ഇസ്ലാം മതം മൊത്തം വ്രണപ്പെടുന്നതാണ് മോനെ. ഇക്ക, ബാപ്പക്ക് സംഭവിച്ച അന്യായം തന്നെയാ. അതുകൊണ്ട് യാതൊരു ബന്ധമില്ലാത്ത 100 കണക്കിന് ആൾക്കാരെ കൊല്ലണമെന്നുണ്ടോ? ഏതോ 100 പേരല്ല, ഒരാൾ. ഇതിനെല്ലാം കാരണക്കാരനായ ഒരാൾ, ഇതെല്ലാം ആരംഭിച്ചു വെച്ച ഒരാൾ. അതെ, ഒരാളെന്ന് പറയുന്നുണ്ടല്ലോ. മറ്റുള്ളവർ ചാവുന്നതിനെ കുറിച്ച് നിനക്ക് വിഷമമില്ല? ഇല്ല,
അങ്ങനെയൊരു സാഹചര്യമാണ് ഞങ്ങൾ എല്ലാവരും അന്ന് അനുഭവിച്ചത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ ആയിരക്കണക്കിന് നിരപരാധികൾ മരിക്കുന്നത് സാധാരണയാ. അൻവർ, നമ്മുടെ ഇന്ത്യയിലെ ഏത് മൂലയിലുള്ള ഒരു മുസ്ലിം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സ് വേദനിക്കും. സ്വന്തം നാട്ടിന് അവൻ ദ്രോഹം ചെയ്തല്ലോ എന്ന് ചിന്തിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ മകൻ. അള്ളാഹു എന്നോട് ക്ഷമിക്കല്ലാഹു. ദാസ് ദാസ്, നിന്റെ തീരുമാനം ശരിയായ തീരുമാനമാണ്. ഈ വീട്ടിലിപ്പോ ചെകുത്താൻ കുടികയറിയിരിക്കുക. നീ നിന്റെ മുഹൂർത്തത്തില് ആ വാക്ക് പാലിക്കേ. നിന്റെ മുഹൂർത്തം ഇൻഷാ അല്ലാഹ് പടച്ചോൻ വളരെ കൃത്യമായിട്ട് അത് നടത്തി തരും. ചെല്ല് ചെല്ല് പോ. വാപ്പാ, അൻവർക്ക, ഈ മുഹൂർത്തം ഞാൻ കുറിച്ചതാ. അള്ളാഹുവിന്റെ അനുവാദത്തോടെ കുറിച്ചതാ. ഇനി വാപ്പ തന്നെ എതിർത്താലും എന്നെ തടുക്കാൻ സാധിക്കില്ല. ആ ലാപ്ടോപ്പ് ഇങ്ങതാ തരാൻ. അശനെ 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 ശരി, പിന്നെ വിളിക്കാം. അശനെ, പിള്ളേരുള്ള സ്ഥലം കണ്ടുപിടിച്ചു. ദേവിപ്പേട്ട എന്ന സ്ഥലത്ത് അവർ രണ്ടുപേരും ഉള്ളത്. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ രണ്ടിനെ ഒന്നിച്ചു വെക്കാം. ആശനെ, വണ്ടി എടുക്കടാ. അവളെ പിടിക്കടാ.
എന്റെ മോള് ശരിക്കും ഒരു ആൺകുട്ടിയുടെ കയ്യിൽ തന്നെയാണ് വന്ന് പെട്ടത്. ഞാൻ സമ്മതിക്കുന്നു, നീ ജയിച്ചടാ. ഞാൻ തോറ്റുപോയി. അളിയ, ഇവന്റെ കഥ ഇവിടെ വെച്ചങ്ങ് തീർത്തേക്ക്. ഇവക്ക് കൊടുക്കാനുള്ളത് ഞാൻ വീട്ടിൽ കൊണ്ടു കൊടുത്തോളാം. ഞാൻ തോറ്റിട്ട് നീ ജയിക്കാനോ? അതൊരിക്കലും നടക്കില്ലടാ. എന്റെ ജാതി ഒരിക്കലും എന്നെ തോപ്പിക്കില്ലടാ. നീ ഒറ്റ ഒരുത്തൻ എന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയോ? എന്റെ കൺമുമ്പിൽ രണ്ടുകൂടെ സുഖമായിട്ട് ജീവിക്കുന്നു വെല്ലുവിളിച്ചില്ലേ? ഇല്ലടാ. നീ കേട്ടോടാ, ഇന്ന് നടക്കുന്ന 54 സമൂഹ വിവാഹത്തില് ആദ്യത്തെ വിവാഹം എന്റെ മോളുടേതായിരിക്കടാ. എന്റെ മോള് ഞങ്ങളുടെ ജാതിക്കാരന്റെ ഭാര്യയാവുന്നത് നിനക്ക് പറ്റുമെങ്കിൽ നീ വന്ന് കാണാ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാടാ.